സകല ലോകത്തിന്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടത്. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനങ്ങളെ അറിയിക്കുകയും ഒരിക്കൽ കൂടെ ഈ ദൈവവചന പഠനത്തിലേക്ക് വരെ ഹാർദവമായ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അബ്രഹാമും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടിയിലേക്ക് വരുന്ന രംഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. 16-ാം അധ്യായം ഒന്ന് തുടങ്ങി വെക്കുക മാത്രം ചെയ്തു. 16-ാം അധ്യായം നമുക്ക് അത്ര പ്രാധാന്യമുള്ള അധ്യായമല്ല ഈ വിഷയത്തോട് ബന്ധത്തിൽ. 16-ാം അധ്യായം ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നമ്മുടെ സബ്ജക്റ്റിനകത്ത് അത് അത്ര വലിയ കാര്യമായിട്ട് വരുന്നില്ലാത്തത് കൊണ്ട് ഞാൻ ആ 16-ാം അധ്യായത്തിൽ അധികം നിൽക്കാതെ 17-ാം അധ്യായത്തിലേക്ക് വരാം എന്ന് ആഗ്രഹിക്കുക. 15-ാം അധ്യായം അവസാനിക്കുമ്പോൾ അബ്രഹാമും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടിക്ക് തയ്യാറാവുകയും ഒടുവിൽ ആ ഉടമ്പടി ദൈവം ഒറ്റയ്ക്ക് ഏകപക്ഷീയമായി അബ്രഹാമിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നുമില്ലാതിരിക്കെ തന്നെ ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുന്ന രംഗം കണ്ടാണ് 15-ാം അധ്യായം അവസാനിക്കുന്നത്. ആ ഉടമ്പടിയുടെ വിവിധ മേഖലകൾ ഒരു ദൈവവചന ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്തൊക്കെയാണെന്നാണ് കഴിഞ്ഞ ക്ലാസ് ഞാൻ വിശദമാക്കിയത്. അത് നിങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. ഉടമ്പടി അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഉടമ്പടിയുടെ പ്രക്രിയ അവസാനിക്കുമ്പോൾ അർത്ഥമാക്കുന്ന ഗൗരവതരമായ വിഷയം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു. ആ ഉടമ്പടിയിൽ മൃഗങ്ങളെ 2 ഭാഗത്തായി ഒത്ത നടുവെ പിളർന്നിട്ട് 2 യാഗപീഠമാണുള്ളത്. ആ യാഗപീഠത്തിന്മേൽ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ, അഥവാ നേർക്ക് നേർ വരത്തക്ക നിലയിൽ അറുക്കപ്പെട്ട 2ആയി വിഭജിക്കപ്പെട്ട മൃഗത്തിന്റെ മാംസം അല്ലെങ്കിൽ ഉടലുകൾ വെച്ചതിന് ശേഷം 2 പേരും അതിന്റെ നടുവിലുള്ള ഗ്യാപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആ ഉടമ്പടി കരാർ സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളത് രബിയാപുരത്തിലെ വാക്യം കൂടെ തെളിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അതിന്റെ അർത്ഥം, ഈ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന വ്യക്തി ആരെങ്കിലും ഒരാൾ ഇതിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ, ഈ പിളർന്നു വെച്ചിരിക്കുന്ന മൃഗത്തിന്റെ മാംസകഷണങ്ങൾ പോലെ ഉടമ്പടിയുടെ വ്യവസ്ഥ ലംഘിക്കുന്ന ആളിനെ മറ്റേയാൾക്ക് 2ആയി കീറിക്കളയാൻ അനുവാദം ഉണ്ടായിരിക്കും എന്ന ഗൗരവമായ ഒരു വിഷയം കൂടെ ആ ഉടമ്പടിക്കകത്തുണ്ട് എന്നും, അതുകൊണ്ട് തന്നെ ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ പച്ച മലയാള ഭാഷ പറഞ്ഞാൽ കൂട്ടം കളിക്കാൻ പോകരുതെന്നും, എടുക്കുന്ന തീരുമാനം പാലിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും, ഉടമ്പടി ചെയ്ത ദൈവം വിശ്വസ്തനാകയാൽ അത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണെന്നും വളരെ ഗൗരവത്തോടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് ഓർപ്പിച്ചു. എനിക്ക് എങ്ങനെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നൊക്കെ നീ പറയുന്നതല്ലാതെ എനിക്ക് മക്കളില്ലല്ലോ, സന്താനങ്ങളില്ലല്ലോ, എൻ്റെ അവകാശി ഈ ദമ്മേശക്കാരനായി തീരുമോ എന്നൊക്കെയുള്ള ആവലാതി ദൈവത്തോട് ബോധിപ്പിച്ചപ്പോൾ, എന്തോന്നിനാ ഞാനിതറിയും, നീ ഇങ്ങനെ മക്കളെ തരാമെന്ന് പറയുന്നതല്ലാതെ എനിക്കിതൊന്നും സ്വായത്തമാക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന അബ്രഹാമിന്റെ പ്രതികരണത്തോട് ദൈവം തിരിച്ച് പ്രതികരിച്ച വിധമാണ് നമ്മൾ ആ 15-ാം അധ്യായത്തിൽ കാണുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ദൈവം വിശ്വസ്തനാകയാൽ അബ്രഹാമിനോട് ദൈവം അന്ന് ചെയ്ത ഉടമ്പടി ഇന്നും ദൈവം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട്. ദൈവം അങ്ങനെ തന്നെയായിരിക്കും നാളെയും ചെയ്യുക. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം, അവൻ ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവൻ എന്ന് തിരുവെഴുത്ത് നമ്മെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച് പറയുന്നത് നമുക്കും ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ മതിയായ വചനമാകയാൽ ഞാൻ ആ വചനത്തിൽ ഉറയ്ക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.
16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന രംഗം, ഈ വാഗ്ദത്തം ലഭിച്ച അബ്രാം ആ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ ഒരല്പം പരാജയം നേരിടുന്ന രംഗമാണ് 16-ാം അധ്യായത്തിൽ. ഞാൻ ഓർപ്പിച്ചു, നമ്മുടെ വിഷയത്തിനകത്ത് 16-ാം അധ്യായം അത്ര ഗൗരവമായി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വേഗമായിട്ടൊന്ന് പറഞ്ഞു പോവുകയാണ്. അല്ലാതെ നോക്കുമ്പോൾ നമുക്ക് ഗുണപാഠമായി നൽകേണ്ട അനേക കാര്യങ്ങൾ 16-ാം അധ്യായത്തിലുണ്ട്. ഞാനതിന്റെ എല്ലാ വിഷയങ്ങളിലേക്കും പോകുന്നില്ല, കാരണം നമുക്ക് ജേർണി ഓഫ് ഫെയ്ത്ത് ആണല്ലോ, വിശ്വാസത്തിന്റെ യാത്രയാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് ഈ യാത്രയിൽ നാം ആധാരമാക്കിയത് അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും, ദൈവത്തോട് ചേർന്ന് നടന്ന ഈ പിതാക്കന്മാരുടെ ജീവിതത്തിലെ ഓരോ വഴിത്താരകളും നമുക്ക് എങ്ങനെ ആത്മീക പാഠമാക്കാം എന്നുള്ളത് വിഷയം മാത്രമാണ് നമ്മൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനാൽ ഞാൻ 16-ാം അധ്യായത്തിന്റെ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാനും ഒക്കില്ല. ദൈവം അബ്രഹാമിന് കൊടുക്കാൻ ഇരിക്കുന്ന സന്തതി, തലമുറ എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ തലമുറ നൽകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന, ദൈവത്തിന് വേണ്ടി, ദൈവിക പദ്ധതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പൈതലിനെയാണ് അബ്രഹാമിന് നൽകാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു രഹസ്യം, ആ കൊടുക്കുന്ന പൈതലിനെ വളർത്തി പ്രാപ്തിയാക്കാനുള്ള പക്വതയിലേക്ക് അബ്രഹാം വരുന്നതുവരെ ദൈവം വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞ വാചകം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ദൈവത്തെ പ്രതിദാനം ചെയ്യാനുള്ള വാഗ്ദത്ത പൈതലിനെ അതിനനുസരിച്ച് വളർത്തിയെടുക്കാനുള്ള പക്വതയിലേക്ക് അബ്രഹാം വരുന്നതുവരെ ആ കുഞ്ഞിനെ കൊടുക്കുന്നതിൽ ദൈവം വെയിറ്റ് ചെയ്യുക. നമ്മോട് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടും ചില കാര്യങ്ങൾ വൈകുന്നുണ്ടെങ്കിൽ, ആ വാഗ്ദത്തം നിവർത്തിച്ചാൽ അത് കൈകാര്യം ചെയ്യാനുള്ള പക്വത നമുക്ക് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ദൈവം അത് വൈകിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ദൈവമക്കൾക്ക് കഴിയണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്, സമ്മതിച്ചു. എന്തുകൊണ്ട് ഇത് ഡിലേ ആകുന്നു എന്ന് ചോദിച്ചാൽ, ആ വാഗ്ദത്തം പ്രാപിച്ചാൽ അതിനെ പക്വതയോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നാം എത്താത്തതിനാൽ ദൈവം പലപ്പോഴും വാഗ്ദത്തം ഡിലേ ആക്കും, താമസിപ്പിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മളതിന് ആ വാഗ്ദത്തിന് വിരോധമായിട്ട് മൂത്തമ്മാച്ചന്റെ നാത്തൂൻ ഏതാണ്ട് ചെയ്തതാണെന്നും അപ്പുറത്തെ പുള്ളിക്കാരന്റെ നോട്ടം കണ്ടപ്പോഴും ഞാനത് മനസ്സിലാക്കിയത് എന്റെ നന്മ തടയാൻ വേണ്ടി അവൻ നിൽക്കുന്നതെന്നൊന്നും പറഞ്ഞ് ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത വഴിയെ കൊടുക്കും ദൈവം മക്കൾ പോകരുത്. അവനവിടെ നോക്കി നിന്നാലും അമ്മാച്ചന്റെ അളിയൻ വല്ലതും ചെയ്താലും ബ്ലോക്ക് ചെയ്യാവുന്ന സാധനമൊന്നും അല്ല ദൈവത്തിന്റെ വാഗ്ദത്തം. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നല്ല 9 അമ്മാച്ചന്മാര് തലകുത്തി മറിഞ്ഞാലും ദൈവത്തിന്റെ വാഗ്ദത്തം തടയാൻ പറ്റത്തില്ല. അതാദ്യം നമ്മൾ ഉറക്കണം. വേദന ഉപദേശിമാർ വന്നേച്ചതിന്റെ വാഗ്ദത്തം തടയുന്ന ചില ദുഷ്ടശക്തികൾ വ്യാപാരമുണ്ടെന്ന് പറയുമ്പോൾ ഉള്ള തോത്രാഴ്ച ഉപദേശിക്ക് പുറകെ കൊടുക്കാതെ കേട്ട വാഗ്ദത്തെ ഉള്ളിൽ ഏറ്റെടുത്തുകൊണ്ട് ആ വാഗ്ദത്തം പ്രാപിക്കാനുള്ള പക്വത എനിക്ക് തരണമെന്ന് പറഞ്ഞ് ദൈവത്തിനെ പ്രാർത്ഥിക്കണം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേട്ടുകൊണ്ട് എന്റെ വാഗ്ദത്വം നന്മയും അങ്ങനെ മുടങ്ങിയിട്ടാന്ന് പറഞ്ഞ് നിങ്ങൾ ഇമ്മ വെറുതെ വെളിച്ചപ്പാട് തുള്ളുമ്പോൾ തുള്ളുകയും ചെയ്യരുത്. സ്തോത്രം. മനസ്സിലാകുന്നതിന് വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ ഉടമ്പടി ചെയ്തത്, നമ്മൾ കരാറിൽ ഒപ്പിട്ടതും ആരുമായിട്ടുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ഈ അമ്മാച്ചനെല്ലാം നമ്മൾ ദൂരക്കളയും. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതല്ലേ? നമ്മൾ ആരുമായിട്ടായി എഗ്രിമെന്റിൽ ഒപ്പിട്ടെന്ന് നിങ്ങൾ മനസ്സിലാകാനേ 15-ാം അധ്യായം ഞാൻ അത്രയും വിശദമാക്കി പറഞ്ഞത്. അവന്റെ വാക്കുകൾ ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമാ. അങ്ങനെ കൃത്യമായി നമ്മോട് ഉറപ്പ് പറഞ്ഞ ദൈവം നമ്മുടെ വാഗ്ദത്തം വൈകിയേക്കാം, പക്ഷെ ഒരിക്കലും നഷ്ടമാകില്ല.
വൈകുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കത്തക്ക നിലയിലേക്ക് ഞാൻ ആയിട്ടില്ല, അത്രേ ഉള്ളൂ. മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. ആ പക്വതയിലേക്ക് എത്തുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് തന്നിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ മോള് ഇപ്പൊ മംഗലാപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. 7ാം ക്ലാസ് കഴിഞ്ഞ പോലെ കക്ഷി സൈക്കിൾ ഓടിക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇപ്പം ആക്റ്റീവായി കൊണ്ടായിരുന്നുകൊണ്ട് അതും ഒക്കെ ചെറുതായിട്ടൊക്കെ ഓടിച്ചു നോക്കുകയൊക്കെ ചെയ്ത് സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഓടിക്കാൻ പറ്റുമല്ലോ. പക്ഷെ അന്ന് മുതൽ പറയുന്നുണ്ട് വണ്ടി വാങ്ങിക്കണം, വണ്ടി വാങ്ങിക്കണം, വണ്ടി വാങ്ങിക്കണം. ഞാൻ പറയും തരാം, തരാമെന്നേ. എപ്പം തരാം? തരാന്ന് ഞാൻ പറയുന്നതല്ല, അതുകൊണ്ട് കൊടുക്കുന്നില്ല. അതെന്താ കാര്യം എന്നറിയാമോ? സ്കൂട്ടർ ഓടിക്കാനുള്ള പ്രായവും പക്വതയും. പ്രായം അതിനുശേഷം മാത്രമേ ലൈസൻസ് എടുക്കാൻ പറ്റൂ. ലൈസൻസ് എടുത്താൽ മാത്രമേ ആ വണ്ടിയായിട്ട് റോഡിൽ ഇറങ്ങാൻ പറ്റൂ. കക്ഷിക്ക് 18 വയസ്സ് കഴിഞ്ഞു, ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കോളേജിൽ പോയിട്ട് വരുമ്പോൾ നടന്ന കാര്യമല്ല. ഉദാഹരണം ഞാൻ പറയാം. ഞാൻ സ്കൂട്ടർ വാങ്ങിച്ചുമില്ല, കൊടുത്തുമില്ല. ഉദാഹരണം പറയാം. കക്ഷി കോളേജിൽ നിന്ന് ഒരു ദിവസം വരുമ്പം മുറ്റത്താണ്ട നല്ല കുത്തനൊരു സ്കൂട്ടർ ഇരിക്കുന്നു. കക്ഷി ഭയങ്കര സന്തോഷത്തിൽ പിറ്റേ ഞായറാഴ്ച സഭയിൽ ചെന്നപ്പോ പറയാ, ഞാൻ എൻ്റെ അപ്പനോട് 7ാം ക്ലാസ് മുതൽ മല്ലു പിടിച്ച് വാശി പിടിച്ച് ഞാൻ പറഞ്ഞു, നീ തന്നേ പറ്റൂ. കഴിഞ്ഞ ദിവസം ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ അപ്പൻ എനിക്ക് സ്കൂട്ടർ വാങ്ങിച്ചു തന്നു സഭയെ സാക്ഷി പറയുമ്പോൾ അത് കേട്ടിരിക്കുന്നത് ഞാൻ ചിരിക്കല്ലാതെ എന്താ ചെയ്യണ്ടേ? ഈ കക്ഷി 7ാം ക്ലാസ് മുതൽ തലകുത്തി മറിഞ്ഞത് കൊണ്ടാണോ ഞാനിത് വാങ്ങിച്ചു കൊടുത്തത്? അല്ല. എനിക്ക് ആകെ ഒരെണ്ണേ ഉള്ളൂ. അതിന് എന്തെല്ലാം വാങ്ങിച്ചു കൊടുക്കാവോ അതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന തീവ്രമായ ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ ഈ സാധനം കൊടുക്കണമെങ്കിൽ വയസ്സ് 18 കഴിയണം. 2 ഡ്രൈവിംഗ് പഠിക്കണം. ഡ്രൈവിംഗ് പഠിച്ചാൽ മാത്രം പോരാ, ലൈസൻസ് കൈ കിട്ടണം. ലൈസൻസ് കിട്ടി റോഡിലൂടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്ന പേടിയും ഭയക്കും മാറിക്കഴിഞ്ഞ ശേഷം മാത്രമേ എനിക്കൊരു പുതിയ വണ്ടി മേടിച്ചു കൊടുക്കാൻ പറ്റൂ. അത്ര ആയെന്ന് എനിക്ക് ബോധ്യമായപ്പം ഞാനൊരു വണ്ടി മേടിച്ചു കൊടുത്തു. കക്ഷി ചർച്ചിച്ചെന്ന് പറയാം, ഞാൻ 7ാം ക്ലാസ് മുതൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, വർഷം ഇത്ര കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ എനിക്ക് തന്നെന്ന്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞു വെക്കുന്നത്. ഞാൻ എത്ര നാളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നറിയോ? അന്നു മുതൽ ഞാൻ മുട്ടിപ്പായി ഒറ്റ തിങ്കളാഴ്ച പോലും മുടങ്ങാതെ വെള്ളം പോലും കുടിക്കാതെ ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. കണ്ടോ, 7 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പം കൊണ്ട് തന്നു. നീ അത് ചെയ്തില്ലേ, നിനക്ക് ഉപവാസം കുറയ്ക്കരുത്. ഞാൻ അതല്ല പറഞ്ഞേ. നമ്മൾ തലകുത്തി മറിഞ്ഞത് കൊണ്ടല്ല, ഇത് പ്രാപിക്കാനുള്ള മെച്യൂരിറ്റിയിലേക്ക് എത്തിയെന്ന് അറിയുമ്പോഴേ ദൈവം ഇത് തരൂ എന്നാ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഇപ്പൊ ക്ലിയർ ആയോ? ആ വാഗ്ദത്ത സന്തതി ഏറ്റെടുക്കാനുള്ള പക്വതയിലേക്ക് വരുന്നതിന് മുന്നമേ, പക്വത എത്തുന്നതിന് മുമ്പേ അബ്രഹാം ശകലം ധൃതി പിടിച്ചു. അതാണ് 16ാം അധ്യായത്തിൽ കാണുന്ന രംഗം. കണ്ടോ? 16ാം അധ്യായത്തിൽ സാറാമ്മച്ചി ഒരു ടെക്നിക്ക് പറഞ്ഞപ്പോ അതിന്റെ പുറകെ അബ്രഹാം പോയി. അനി എന്നേലും തരട്ടെ. നമ്മളും പ്രാർത്ഥിച്ച് ഒരു പരിവായിട്ട് നമ്മൾ പറയാം, ഞാൻ ദൈവഹിതത്തിന് വിട്ടേക്കുക. എന്നറിയാം, നമ്മൾ മടുത്തെന്ന് അതിനർത്ഥം. ഞാൻ മടുത്തെന്ന് പറയുന്നതിന് പകരം നമ്മൾ ഈ പറയുന്നത് ഞാൻ ദൈവഹിതത്തിന് വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ, നീ എനിക്ക് ഒരു പ്രതീക്ഷയില്ല, നടക്കട്ടെ, കിട്ടിയാ കിട്ടി, പോയാ പോയി. ആ ഒരു സെൻസിലായി പറഞ്ഞു വെക്കുന്ന, അല്ലാതെ ഒരു വിശ്വാസം ഉണ്ടായിട്ട് പറയുന്നതല്ല. ഇവിടെ ഏതാണ്ട് അതേ ഒരു പരുവത്തിലേക്ക് കാര്യങ്ങൾ വന്നു പോയത്. സാറാമ്മച്ചി പറഞ്ഞു കേട്ടോണ്ട് ദാസിയുടെ അടുക്കൽ അബ്രഹാം ചെന്നു. ആ 16ാമത്തെ സംഭവങ്ങൾ അറിയാവുന്നത് കൊണ്ട് അത്ര വലിയൊരു സുഖമുള്ള കാര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒഴുക്കം മട്ടി പറയുന്നത്. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ വിശദമാക്കുന്നില്ല, അല്ലേ? അപ്പോൾ ദൈവം എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. തമ്പുരാൻ ഇതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക, ടൈം ആകുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കും. കാരണം ഈ ദൈവം തൻ്റെ എന്താ പറയാ മുൻനിർണയത്തിൽ അബ്രഹാം എന്ന ഫാമിലി, ഇസ്ഹാക്ക് എന്ന ഫാമിലി, യാക്കോബ് എന്ന ഫാമിലി, അവരെ കുറിച്ചുള്ള തിരുഹൃദയത്തിലെ പദ്ധതിക്ക് എത്ര വലുതാ പ്രിയരെ. അതുപോലെ വിശേഷിച്ച് പറയാനോ പഠിക്കാനോ നമ്മളെ കൊണ്ട് പറ്റുമോ? അത്ര വിശാലമായ
കാര്യങ്ങളല്ലേ ദൈവം അവരെക്കുറിച്ച് കണക്കാക്കി വെച്ചിരിക്കുന്നത്. ആ റേഞ്ചിലേക്ക് എത്തുമ്പോൾ മാത്രമാ ദൈവം നമുക്കത് സഫലമാക്കി തരിക. ഓക്കെ, ഞാനിപ്പോൾ അവിടെ നിൽക്കുന്നതിൽ മുന്നോട്ട് പോകുന്ന നോക്കണം. നമ്മുടെ വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയാൽ ഒക്കത്തില്ല, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് വരികയാണ്. ഒടുവിൽ ഹാഗാർ സാറായിക്ക് ഒരു തലവേദനയായി മാറുന്നു. അവിടെ ഇറക്കി വിടുന്നു. പിന്നെ തിരിച്ച് എന്താ പറയാ, ശൂരിന് പോകുന്ന വഴിക്ക് വെച്ച് ദൂതൻ കണ്ട് അവളെ മടക്കി വിളിക്കുന്നു. എനിക്ക് അതിനകത്ത് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാവേ. നിങ്ങൾ 16 അധ്യായം എടുത്തോ. ആ 16 അധ്യായത്തിന്റെ 5 വാക്യം വായിക്കാമോ? അപ്പോൾ സാറായി അബ്രാമിനോട് എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഞാൻ എന്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു. എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. നിർത്തിയോ? എട്ടാമത്തെ വാക്യം വരെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അബ്രഹാം സാറായിയോട് നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിനരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായിയുടെ ദാസിയായ ഹാഗാറെ പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. മതി. അവിടെ ഒരു കാര്യം പറയാനാ, അവിടെ വേറൊന്നും പറയാനായിട്ടല്ലേ, അതിന്റെ ആ സംഭവത്തിന്റെ ഇതര വശങ്ങളൊന്നും പറയാനായിട്ടല്ല, ഒരു കാര്യം ഓർപ്പിക്കാന്. അത് വേറൊന്നല്ല, ആ 7-ാം വാക്യത്തിൽ പറയാണ് സംഭവം. നിങ്ങൾക്ക് അറിയാമല്ലോ, ഹാഗാറിനെ അബ്രഹാം സ്വീകരിക്കുന്നതും അങ്ങനെ ഹാഗാരുടെ കുഞ്ഞുണ്ടാകാനായിട്ട് സാറ പറഞ്ഞു കൊടുക്കുന്ന രംഗങ്ങളൊക്കെയാണ് നമ്മളവിടെ കാണുന്നത്. അതൊന്നുമല്ല എന്റെ വിഷയം, ഞാൻ അങ്ങോട്ടൊന്നും പോകാനായിട്ടില്ല. വേറൊരു കാര്യം പറയുന്ന 7-ാം വാക്യം തുടങ്ങുന്നതിനാണ്. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീറിന്റെ അരികെ സൂര്യന് പോകുന്ന വഴിയിലെ നീറിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. എന്റെ ചോദ്യം ഇതാണ്, ഈ ഹാഗാറിനെ കണ്ടത് ഒരു ദൂതനാണെന്ന് ഹാഗാറിന് എങ്ങനെ മനസ്സിലായത്? അതൊരു ദൂതനാണെന്ന് ഹാഗാറിന് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നോ ഐഡിയ അല്ലേ? അവിടെ ഒരു ഗൗരവമുള്ള വിഷയം പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതിനുവേണ്ടി മാത്രമാണ് ഈ വഴി വെച്ച് കണ്ട വ്യക്തി ദൂതനാണെന്ന് ഹാഗാറിന് എങ്ങനെ തിരിച്ചറിഞ്ഞെന്നാണ് എന്റെ ചോദ്യം. ആൻസർ ഈസ് ക്വൈറ്റ് സിമ്പിൾ. വെറും സിമ്പിൾ ആണ് ഉത്തരം. ഹാഗാർ ഇത് ആദ്യമായിട്ടല്ല ദൂതനെ കാണുന്നത്. പിന്നെയോ അബ്രഹാമിന്റെ വീട്ടിൽ പല പ്രാവശ്യം ദൂതൻ വന്നു പോകുന്നത് ആര് കണ്ടിട്ടുണ്ട്? നിങ്ങൾക്കൊരു സ്തോത്രം ഒന്നും പറയാൻ തോന്നുന്നില്ലല്ലേ? നമ്മുടെ വീട്ടിൽ വരാത്തോണ്ടായിരിക്കും. സ്തോത്രം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അബ്രഹാമിന്റെ കമ്പനി ആരുമായിട്ടാണെന്നും അബ്രഹാം കൂടുതൽ ഇടപെടുന്ന ആരുമായിട്ടാണെന്നും ഒക്കെ, അബ്രഹാമിന്റെ വീട്ടിലെ സന്ദർശകർ ആരാണെന്നും ഒക്കെ ഹാഗാർ നന്നായിട്ട് അറിയാം. ഹാഗാർ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഈ ഷൂരിന് പോകുന്ന വഴിയൊരു കിണറിനിരിക്കെ വെച്ച് നിൽക്കുന്ന ആളെ കണ്ടപ്പം ഹാഗാറിന് മനസ്സിലായി അതൊരു ദൂതനാണ്. നമുക്ക് വായിക്കുമ്പോൾ വാക്യത്തിനകത്തൊന്ന് കിട്ടിയതായിട്ട് തോന്നും അല്ലേ? പക്ഷെ സത്യം അതല്ല. ഹാഗാറിന് ആ എക്സ്പീരിയൻസ് ആദ്യമായിട്ടല്ല എന്ന് പറയാനായിട്ടാണ്. ഹാഗാറിന്റെ കൂടാരത്തിൽ, അബ്രഹാമിന്റെ കൂടാരത്തിൽ ദൈവസാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ ദൂതന്മാരുമായിട്ടുള്ള സംസർഗവും ഒക്കെ ഹാഗാർ പല സന്ദർഭത്തിൽ കണ്ടിട്ടുള്ളതിനാൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഇത് ദൂതനാണ്. ഞാനൊരു കാര്യം പറയാനായിട്ടാണ്. നമുക്ക് ഈ
ന്യൂ ജനറേഷൻ പറയുമ്പോലെ സാന്നിധ്യം, പ്രസൻസ് എന്ന് പറയാനായിട്ടല്ല ഞാൻ വന്നത്. വല്ലപ്പോഴെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടാൽ തിരിച്ചറിയുള്ളൂ എന്ന് പറയാനാ. മനസ്സിലായോ? സ്വോത്രം. നമുക്കിപ്പോ തലമുറയ്ക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്കില്ലല്ലോ. ഉണ്ടോ? അനുഭവങ്ങൾ മുൻകാല ജീവിതത്തിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ആത്മീക അനുഭവങ്ങൾ, ദൈവ സാന്നിധ്യത്തിന്റെയും ദൈവപ്രവൃത്തിയുടെ ഒക്കെ അനുഭവങ്ങൾ തലമുറയ്ക്ക് വിവരിക്കാൻ പോലും നമ്മുടെ ഇടയിൽ ഇന്നില്ല. ഉണ്ടോ? ഇല്ലെന്നേ. അങ്ങേറ്റം പോയാൽ നമുക്കൊരു രോഗശാന്തി, ഒരു പ്രവചനം അല്ലാതെ നമ്മളുടെ കൃപയെന്ന് പറഞ്ഞതിലുണ്ടോ? ഇല്ലല്ലോ. പുസ്തകത്തിൽ എന്തുമാത്രം കൃപയെ കുറിച്ച് പറഞ്ഞു. ആകെ 2 കൃപയെ നമുക്കറിയത്തു. ഒന്നെങ്കിൽ പ്രവചനം, ഇല്ലെ രോഗശാന്തി. സഹായിപ്പാനുള്ള ഒരു വരവുണ്ട് ഭൂമിയിൽ ഒരു കുഞ്ഞുങ്ങൾക്കും വേണ്ടത്. നിങ്ങൾ ഇന്ന് ഒരാരേലും ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന കണ്ട കർത്താവെ സഹായിപ്പാനുള്ള വരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. 21 days ഫാസ്റ്റിംഗ്. എന്തിനാ? സഹായിപ്പാനുള്ള വരം. ആരെങ്കിലും ഇരുന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെന്നേ. ഇല്ല. എന്നാ വെളിപ്പാടിന് വേണ്ടി ഇരിക്കുന്നു, രോഗശാന്തിക്ക് വേണ്ടി ഇരിക്കുന്നു, വീര്യപ്രവർത്തികൾക്ക് വേണ്ടി ഇരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നു. ഇന്ന് വരെ പുസ്തകം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞൊരു ഗിഫ്റ്റാണ് സഹായിപ്പാനുള്ള വരം. ഒരു കുഞ്ഞുങ്ങൾക്ക് അത് വേണ്ട. സ്വോത്രം. അങ്ങനെ ഒരു വരം ഉണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല. സഹായിക്കാന്ന് പറയുന്നതിന് കൂടെ ചെയ്യാതിരിക്കുന്നല്ലാതെ കണ്ട് ആ കൃപയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ള സത്യം. മുൻകാലത്ത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ, എനിക്ക് എൻ്റെ വേഷമൊക്കെ കാണുമ്പോഴറിയാമല്ലോ, ഞാൻ ഈ കോളേജിൽ സെമിനാറിലും ഒക്കെ പോയി പഠിക്കുന്നതിന് മുമ്പേ പ്രായമുള്ള കുറെ അപ്പച്ചന്മാർ, നല്ല ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്ന ചില അപ്പച്ചന്മാരുമായിട്ട് ഇടപെട്ട് പോകാനുള്ള അവസരം എനിക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കാം എനിക്ക് ഈ അപ്പച്ചൻ സ്റ്റൈലൊക്കെ വന്നെന്ന് എൻ്റെ ചിന്ത. പ്രായം 25 ഉള്ളതിലും അപ്പച്ചൻ സ്റ്റൈല് വരാൻ കാര്യം അതാ. സ്വോത്രം എന്നെനിക്ക് തോന്നുന്നു. ഞാൻ എന്താ പറഞ്ഞറിയാമോ? അവരുടെയൊക്കെ ശുശ്രൂഷയിൽ വെളിപ്പെടുന്ന ദൈവകൃപയും വിവിധ കൃപാവരങ്ങളുടെ ജ്വലനമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ദേവദാസന്മാർ വന്നിരിക്കുമ്പോൾ തന്നെ ഭൂതങ്ങളെ ഇളകി അലറി ഓടുന്നതും വീരപ്രവൃത്തികളുടെ ശുശ്രൂഷകളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വോത്രം. ഇന്ന് അങ്ങനെയുള്ള ശുശ്രൂഷകളൊന്നും കൃപയാൽ ഒരിടത്ത് മരുന്നിന് പോലും കാണാനില്ല. കാരണം ഇതെല്ലാം ദൈവസഭയ്ക്കകത്ത് ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുക. ഞാൻ പലപ്പോഴും ഓർക്കണ്ടേ, എത്ര ബോധമായി തിരുമേശയിലൊക്കെ പങ്കെടുക്കുന്ന ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. ഇതൊന്നും പിന്നെ ഇളകാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെ ഇരിക്കട്ടെ, ഞാൻ ഇളക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന എൻ്റെ ആശയം, ഹാഗർ തിരിച്ചറിയാൻ കാരണം അബ്രഹാമിന്റെ കൂടാരത്തിൽ വെച്ച് നടന്ന മുൻകാല അനുഭവങ്ങളാണ് അവളെ തിരിച്ചറിയാൻ പ്രാപ്തമാക്കിയത് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിനകത്തൊരു ഒരു നമുക്കൊരു ഗുണപാഠം അതിനകത്തുള്ളത് കൊണ്ട് മാത്രം ഞാൻ ആ ഭാഗത്തുനിന്ന് സ്പർശിച്ചതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ തലമുറയ്ക്കും ചൂണ്ടിക്കാണിക്കാൻ നമുക്കുണ്ടാകുന്ന ആത്മീക അനുഭവങ്ങളുടെ കൈ ചൂണ്ടിപ്പലകകൾ നമുക്കുണ്ടെങ്കിൽ വരും തലമുറയ്ക്ക് അത് ഇന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയൂ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുക. 16-ാം അധ്യായത്തിൽ ഞാൻ നിൽക്കുന്നില്ല. ഞാൻ വേഗം 17-ാം അധ്യായത്തിലേക്ക് വരുവാനായിട്ട് ദൈവത്തിൽ ശരണപ്പെടും. ഈ 16-ാം അധ്യായം അവസാനിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, അതാണ് ഏറ്റവും ഒടുവിലത്തെ വാക്യം. ഹാഗാർ അബ്രാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. 86-ാമത്തെ വയസ്സിലാണ് ആര് ജനിക്കുന്നത്? ഇസ്മായിൽ ജനിക്കുന്നത്. 17-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. 86-ാമത്തെ വയസ്സ് ഇസ്മായിൽ ജനിക്കുന്നു. 13 വർഷം കഴിഞ്ഞാണ് പിന്നെ ദൈവം അബ്രാമിനോട് സംസാരിക്കുന്നത്, അല്ലേ? 99-ാമത്തെ വയസ്സിൽ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായിട്ട് അബ്രാമിനോട് പറയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? ഞാൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് എന്തിനാ പറഞ്ഞത്? ആ സർവശക്തി എന്നുള്ള പദം ഞാൻ വിശദമാക്കി തരാം. അതെന്തിനാ അങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു
ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന് പറയാൻ കാര്യം പെട്ടെന്ന് ഞാൻ തന്നെ പറയാം. അബ്രഹാമിന് ഇപ്പോൾ വയസ്സ് 99. അബ്രഹാമിനെയും സാറയെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാം വയസ്സ് ചെന്നു, ശരീരം ക്ഷീണിച്ചു. സാറയുടെ ഗർഭപാത്രം നിർജീവത്വമായി. നന്നായിട്ടറിയാം. അപ്പച്ചൻ ഇപ്പം പ്രായം 99. ആരോഗ്യമെല്ലാം ക്ഷയിച്ച് ശരീരമെല്ലാം ചുക്കിത്തുളുങ്ങി വൃദ്ധനായി മാറുകയാണ്. ആര്? അബ്രഹാം. ഭാര്യയ്ക്കും അതുപോലെ തന്നെ. ദൈവം അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ എൽ ഷദ്ദായ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവിടാണ്. എൽ ഷദ്ദായ് എന്നൊന്നും ഒറ്റയടിക്ക് പറയരുത്. എന്താണെന്ന് അറിഞ്ഞത് പറയാമോ? സ്തോത്രം. ഞാൻ വിശദമാക്കി തരാം. ഞാൻ സർവശക്തിയുള്ള ദൈവമാക്കുന്നു എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ ശക്തി ക്ഷയിച്ചു നീക്കിയ കാര്യം മനസ്സിലായോ? പ്രായം കൂടും തോറും അബ്രഹാമിന്റെ ശക്തി ക്ഷയിച്ചു വന്നു. സാറയുടെ ഗർഭപാത്രം നിർജീവത്വവുമായി. ദൈവം ഇറങ്ങെന്ന് പറയാം, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. അർത്ഥം, പ്രായം കൂടും തോറും അബ്രഹാമേ, നിന്റെ ശക്തി ക്ഷയിക്കുന്നു എങ്കിലും ദിവസങ്ങളുടെ എണ്ണം കൊണ്ടോ വർഷങ്ങളുടെ പെരുക്കം കൊണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് നിന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ട് അത് നിവർത്തിക്കാതിരിക്കാൻ നിന്റെ ശക്തി ക്ഷയിക്കുന്നത് പോലെ എന്റെ ശക്തി ക്ഷയിക്കുന്നില്ല അബ്രഹാമേ. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് എന്ന് പറഞ്ഞാൽ അന്ന് നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിപ്പാൻ ഞാൻ ഇന്നും ശക്തിയുള്ളവൻ. ഓക്കെ, ഇനി നിങ്ങൾ അല്പം ശ്രദ്ധയോടെ ഇരിക്കണം. ഇന്നത്തെ ക്ലാസ്സിലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഇന്ന് പിടികിട്ടും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ പാടെ 2 പേരെ വീഡിയോ ഓൺ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ സ്ഥിതിഗതികൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ വണ്ടി മുന്നോട്ട് വിടാൻ തന്നെ തീരുമാനിച്ചു. സ്തോത്രം. അവിടെ ശ്രദ്ധിക്കണേ. അബ്രഹാമിനോട് ദൈവം പറയാ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. ഞാൻ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കാന്നുള്ള ഭാഗം പിന്നീട് പറയാം. ഇപ്പൊ ഞാൻ ആ സർവശക്തിയുള്ള ദൈവമാക്കുന്നു എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. അവിടെ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു എന്ന ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ് നമ്മളൊന്ന് അറിയണം. ഞാൻ മുമ്പേ ഓർപ്പിച്ചു, വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ സാധാരണ കാണുന്ന എൽ ഷദ്ദായ് അല്ലേ, ആ പദം അത് എൽ ഷദ്ദായ് എന്നല്ല പറയേണ്ടത്, എൽ ഷദ് ആയ്. അങ്ങനെയാണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത്. എന്തതിനർത്ഥം? എനിക്ക് ഒരുപാട് വിശദമാക്കി പോകാൻ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ സമയത്തിനകത്ത് നിൽക്കണമല്ലോ. ഇപ്പൊ തന്നെ പകുതി സമയം കഴിഞ്ഞു. ഇതിനുള്ള സമയത്തിനുള്ളിൽ ഞാനതൊന്ന് വിശദമാക്കാൻ ശ്രമിക്കുക. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് ആ ഭാഗം കേട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റൊരു വീഡിയോ ഉണ്ട്. അത് ഞാൻ സനീഷ് കാവാലൻ ദേവദാസന്റെ ചർച്ചിൽ പ്രയർ എന്ന വിഷയം സംസാരിച്ചപ്പോൾ ഞാൻ ഈ ഭാഗം വിശദമാക്കിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അത് എൻ്റെ കൈവശമുണ്ട്, ഞാൻ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ ശാന്തമായിട്ട് ക്ലാസ് ഒന്ന് കേൾക്കുന്ന കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ശ്രദ്ധിക്കണേ, എന്താണ് ഏൽ ഷദ് ആയ് എന്ന് പറഞ്ഞാൽ അർത്ഥം? ഏൽ എന്ന പദത്തിന്റെ അർത്ഥം അത്യുന്നതൻ, ഏറ്റവും ഉന്നതനായവൻ എന്നാണ് ഏൽ. ഈ ഏൽ എന്ന പദം ചേർത്ത് വരുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും പേരിനകത്ത് ഏൽ, ഇസ്രായേൽ, സെറാ, സെറാ, ഏൽ. കണ്ടോ?
ഞാനതൊക്കെ പിന്നെ പറയാമേ. മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഇപ്പൊ ആവർത്തിച്ചാൽ ശരിയാകരുത്. അതുകൊണ്ടാണ്. ഏൽ അടുത്തത് ഷദ് ആയ്, എൽ ഷദ്ദായ് എന്ന് വരുമ്പോൾ ഷദ് ആയ് അങ്ങനെ അത് പറയുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഏൽ എന്ന പദത്തിന്റെ അർത്ഥം ഏറ്റവും ഉന്നതനായവൻ, അത്യുന്നതനായവൻ. ഷദ് ആയ്, അതെന്താ അർത്ഥം? ഷദ് ആയ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് വരുന്നത്: ദ പവർ ദാറ്റ് ക്യാൻ കമ്പൽ നേച്ചർ ടു ബിഹേവ് വാട്ട് ഈസ് കോൺട്രറി ടു ഇറ്റ്സെൽഫ്. ഒന്നുകൂടെ പറയാം. ആ പദത്തിന്റെ അർത്ഥം പലർക്കും ഭാഷ വശമുള്ളത് കൊണ്ട് കുറെ കൂടെ അത് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ദ പവർ ദാറ്റ് ക്യാൻ കമ്പൽ നേച്ചർ ടു ബിഹേവ് വാട്ട് ഈസ് കോൺട്രറി ടു ഇറ്റ്സെൽഫ്. ഞാനത് വിശദമാക്കാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയാമേ. അതിന്റെ അർത്ഥം മനസ്സിലാകാത്തവർക്ക് ഞാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞുതരാം. ഷദ് ആയ് എന്ന പദത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്. ഉദാഹരണം പറഞ്ഞൊക്കെ പിടികിട്ടും. പ്രകൃതിയെ കമ്പൽ ചെയ്യാനുള്ള എന്താ പറയാ, അളവറ്റ ശക്തിയുള്ളവൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ കിഴക്കാണ് എന്ന് ഉദിക്കുന്നത്, അല്ലേ? അതെ. ഇന്നുവരെ പടിഞ്ഞാറ് ഉദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ട് പോലുമില്ല. എന്നാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പ്രകൃതിയോട് കൽപ്പിക്കാൻ കഴിവുള്ളവൻ, അതാണ് ഷദ് ആയ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഒന്നുകൂടെ നിങ്ങൾ അടുപ്പിച്ചു കൊണ്ടിരുന്നു പറഞ്ഞാൽ, പ്രകൃതി നിയമത്തെ വിരുദ്ധ ഗതിയിൽ കൊണ്ടുവരാൻ, കൽപ്പിക്കാൻ, കമ്പൽ ചെയ്യാൻ കഴിവുള്ളവൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രകൃതിയുടെ നിയമങ്ങളെ വഴിതെറ്റിച്ച് തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവൻ, അതാണ് ഷദ് ആയ് എന്ന പദത്തിന്റെ അർത്ഥം. പ്രകൃതി നിയമങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് അതിനെ വേണ്ട വിധത്തിൽ തന്റെ ഇംഗിതപ്രകാരം കൊണ്ടുവരാൻ കഴിവുള്ളവൻ എന്നാണ് ഷദ് ആയ് എന്ന പദത്തിന്റെ അർത്ഥം. ഒന്നുകൂടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് അത് കാര്യം മനസ്സിലാവും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്, അല്ലേ? യെസ്. നിങ്ങൾ കോണ്ടെക്സ്റ്റ് വിട്ടുപോകരുത്. പ്രകൃതി നിയമം അനുസരിച്ച് അബ്രഹാമിനും സാറായിക്കും പുത്രോത്പാദനത്തിനുള്ള ശേഷി നഷ്ടപ്പെട്ടു. ഇപ്പൊ പിടികിട്ടിയോ? പ്രകൃതിയുടെ നിയമം അനുസരിച്ചുള്ള എല്ലാ വ്യവസ്ഥകളും ടൈമും കഴിഞ്ഞു അബ്രഹാമിന്റെ സാറയുടെ ജീവിതത്തിൽ. അത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആ സന്ദർഭത്തിൽ ദൈവം ഇറങ്ങി വന്ന് പറയാ, അബ്രഹാമേ, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അത് മലയാളത്തിലില്ല, മൂലഭാഷയിലുണ്ടത്. ഞാൻ ആരാ നിനക്കറിയാമോ? അറിഞ്ഞുകൂടാ. ഞാൻ ഏൽ ഷദ് ആയ്, ഞാൻ അത്യുന്നതനാണെന്ന് മാത്രമല്ല, പ്രകൃതിയുടെ നിയമങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ, ആ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ, പ്രപഞ്ചത്തെ കമാൻഡ് ചെയ്യാൻ കഴിവുള്ളവനാണ് ഞാൻ. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാകൂ. ഉദാഹരണം തിരുവഴുത്തിൽ തന്നെ പറയാം. നമ്മളെന്തിനാ എനിക്ക് വേറെ ഉദാഹരണത്തിന്റെ പുറകെ പോകണ്ടല്ലോ. ഒന്നിനോട് തെളിവ് പറയുന്നതൊക്കെ പിടികിട്ടും. ഇസ്രായേലിലെ ഇഷ്ടികച്ചൂളിൽ മാത്രം പണിയെടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഭക്തനായ മനുഷ്യൻ, പേര് ജോഷുവ. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് മോശ ലീഡർഷിപ്പ് കൊടുത്ത് വിടുവിച്ചുകൊണ്ട് പോരുക. അവരെ വാഗ്ദത്ത കനാലിൽ കൊണ്ടുവന്നാക്കണം, കനാലിൽ പാർപ്പിക്കണം. സംഗതി എല്ലാം നിങ്ങൾക്കറിയാം. ദേശം കൈവശമാക്കുവാൻ തയ്യാറായി വരുമ്പോൾ ഓരോ ദേശം പിടിച്ചടക്കി വരുന്ന രംഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാം.
യോശുവയുടെ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കണം. ദേശം കൈവശമാക്കാനുള്ള യുദ്ധത്തിൽ യുദ്ധം തീർന്നില്ല. നേരം സന്ധ്യയായി, ഇരുട്ടി തുടങ്ങി. യുദ്ധം അവസാനിച്ചിട്ടില്ല. നോക്കണേ, ദൈവകൃപയിൽ ആശ്രയിച്ച് ജോഷുവ എന്ന ദൈവദാസൻ അങ്ങോട്ട് ഇറങ്ങി നിന്ന് കൈ ചൂണ്ടി പറഞ്ഞു, സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യലം താഴ്വ നിൽക്കാൻ പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രനും അവിടെ നിന്നു. പ്രകൃതിയുടെ നിയമങ്ങളെ അതിന് വിരുദ്ധമായി കൊണ്ടുവരാൻ കഴിവുള്ള ദൈവം ഇറങ്ങി വന്ന രംഗമാണ് ഞാൻ ഈ കാണിച്ചത്. കണ്ടോ? സൂര്യനും ചന്ദ്രനും അവിടെ നിന്നു. പ്രകൃതിയോടും പ്രകൃതി നിയമങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ, വിരുദ്ധമായി കൊണ്ടുവരാൻ കഴിവുള്ളവൻ. അതാണ് ഏൽ ഷദ് ആയ്. കണ്ടോ? യോശുവപ്പച്ചൻ ഇറങ്ങി നേച്ച് സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയ്യലം താഴെ നിൽക്കാൻ പറഞ്ഞപ്പോൾ രണ്ടും അവിടെ നിന്നു. പക്ഷെ എന്നെ സൂര്യനും ചന്ദ്രനും നിന്ന് സത്യം. പക്ഷെ എന്നെ ചോടിപ്പിക്കുന്ന വാക്യം തുറന്ന് വായിക്കുമ്പോഴാണ് യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ അതിന് മുൻപോ അതിന് ശേഷമോ ഉണ്ടായിട്ടില്ല. സൂര്യനും ചന്ദ്രനും അല്ലേ നിന്നേ? അതെ. അപ്പൊ അനുസരിച്ച് ആരാ? സൂര്യനും ചന്ദ്രനും. അങ്ങനെ വേണ്ട എഴുതാൻ. വാക്യം നോക്കണം. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലും. സൂര്യനും ചന്ദ്രനും നിന്നെങ്കിലും അനുസരിച്ചത് ആരാ? എന്റെ പൊന്നെ, അതെന്തോന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവം ഒരു മനുഷ്യനെ അനുസരിച്ചെന്ന്. സ്തോത്രം. മനസ്സിലാകുന്നോ? ആ ചാപ്റ്റർ തീരുമാനം പറയുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നെയാണ് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. കണ്ടോ? സ്തോത്രം. ജീവിക്കുന്ന ഒരാൾ ഇറങ്ങി നിന്ന് പറഞ്ഞാൽ മതിയെന്നേ. മനസ്സിലായോ? ദൈവത്തോട് ചേർന്ന് നടക്കുന്ന, ദൈവദാസനോട് ചേർന്ന് നടക്കുന്ന ഒറ്റ ഒരുത്തിന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ മതി. പ്രകൃതി നിയമങ്ങളെ പോലും എന്താ പറയാ, താളം തെറ്റിച്ച് നിനക്ക് വേണ്ടി പ്രകൃതിയെ പോലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നവന്റെ പേരാണ് ഏൽ ഷദ് ആയ്. നിനക്ക് വിശ്വാസമുണ്ടോ? ക്ലാസ് ആണെങ്കിലും ഞാൻ ദൈവാത്മാവ് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി ചിലരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് സേവിക്കുന്ന ദൈവം എന്ന് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എന്റെ ചോദ്യം. നിയമം അനുസരിച്ച് അങ്ങനെ വരാൻ സാധ്യതയില്ല. നിയമം അനുസരിച്ച് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് റൂള് വെച്ച് ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. ഓഫീസിലെ ആ റൂളും റെഗുലേഷനും അനുസരിച്ച് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ ഞാൻ ആയിരിക്കുന്ന രാജ്യത്തിന്റെ നിയമം വെച്ച് അതൊരിക്കലും അങ്ങനെ നടക്കാൻ പോകുന്നില്ല എന്നല്ല നീ ചിന്തിച്ചേ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുകയാ, ഈ നിയമങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ഒരുത്തന്റെ പേരാണ് ഏൽ ഷദ് ആയ്. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയാണെങ്കിൽ 3 ദിവസം പ്രസംഗിക്കാൻ ആ ഒരൊറ്റ വാക്ക് മതി. വചനം കേട്ടാൽ മനസ്സിലാവുന്നവരായിരിക്കണമെന്ന് മാത്രം. തുള്ളാൻ വേണ്ടി മാത്രം ഇരുന്ന കളി നടക്കുകയില്ല. കേട്ട് ഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മതി. സ്തോത്രം. അപ്പൊ നിങ്ങൾക്ക് ഒരു ചിന്ത, ഈ പുള്ളിക്ക് തുള്ളന്ന് കേൾക്കുമ്പോഴേ അപ്പാടെ വിദ്വേഷമാണ്. നല്ലല്ല, തുള്ളണം, ശരിക്കും തുള്ളണം, പക്ഷെ കേട്ട് ഗ്രഹിച്ചിട്ടേ തുള്ളാവും. അത്രേ ഉള്ളൂ. ഇതൊക്കെ കേട്ട് തുള്ളിക്കില്ലെങ്കിൽ പിന്നെ ഏത് ഊത് കേൾക്കുമ്പോഴാ തുള്ളുന്നെ? സ്തോത്രം. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്ന വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ രാത്രി ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവാത്മാവിൽ പരിശുദ്ധാത്മാവിലേക്ക് പ്രേരണ തന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു, നടക്കുകയില്ലെന്ന് നിങ്ങൾ വിധി എഴുതി മാറ്റിവെച്ചതിനെ പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ചും സമൂഹത്തിന്റെ നിയമം അനുസരിച്ചും രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചും ഇവിടുത്തെ ഔദ്യോഗിക മണ്ഡലങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ചും ആ പ്രകൃതി നിയമത്തിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ പോകൂ, ഒരിക്കലും നടക്കുകയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച വിഷയങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ആ പ്രകൃതി നിയമത്തെ നീ മനസ്സിലാക്കി നിയമത്തെ തിരിച്ചു കൊണ്ടുവന്ന് സാധ്യമാക്കി തരാൻ
ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യുമെന്നാ തിരുവെടുത്ത് പറയുന്നേ. സ്തോത്രം. എന്റെ ശുശ്രൂഷയിൽ എന്നെ തോല് ബലപ്പെടുത്ത ചില വാക്യങ്ങൾ എങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ എത്രത്തോളം ഈ വചനത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന എനിക്കറിഞ്ഞൂടെ. പക്ഷെ ഈ വചനം ധ്യാനിക്കുകയും പറയുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്റെ ഉള്ളിൽ എനിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നുകൂടെ ഉറപ്പ് പറയുന്നു, നടക്കുകയല്ലെന്ന് നിയമം പറയുന്നതിനെ തിരുത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ദൈവത്തിന്റെ പേരാണ് എൽ ഷദ്ദായ്. എൽ ഷദ്ദായ്. ഞാൻ നിങ്ങളെ ഉറപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം. ഇതേ ജോഷുവാച്ചാൻ തന്നെയാണ് ജനവുമായിട്ട് വരുന്നത്. മോശ മോവാബിൽ വെച്ച് മരിച്ചല്ലോ. പിന്നെ ലീഡർഷിപ്പ് ഏറ്റെടുത്ത് ജോഷുവാച്ചാന്. ജോഷുവാച്ചാൻ വരുമ്പം കനാൻ നാട്ടിലേക്ക് കയറാൻ അടുത്തു. പക്ഷെ ഒറ്റ പ്രശ്നം, യോർദാൻ ക്രോസ് ചെയ്തെങ്കിൽ അക്കരെ കയറാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ നദിയുടെ പേരാണ് ജോർദാൻ, മറക്കരുത്. ദ ഫാസ്റ്റസ്റ്റ് റിവർ ഇൻ ദ വേൾഡ്. ഇനിയിപ്പം യോർദാൻ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. യോർദാൻ പോയി കണ്ടിട്ടുള്ള ഞങ്ങളുടെ അടൂര് സുസിയാന്റെ ഒക്കെ തിരിപ്പുണ്ടല്ലോ. അപ്പൊ അവർക്കറിയാം യോർദാന്റെ കാര്യങ്ങൾ. വളരെ സ്റ്റീപ്പായിട്ട് കിടക്കുന്ന എന്ന് പറഞ്ഞാൽ ഗലീല കടലിലെ വെള്ളം കര കവിഞ്ഞ് താഴേക്ക് ഒഴുകുന്ന നദിയുടെ പേരാണ് യോർദാൻ. അത് എന്ന് അവസാനിക്കുന്ന ചാവുകടലില്ല. അപ്പൊ ആ യോർദാൻ ക്രോസ് ചെയ്താൽ ഈ പറഞ്ഞ ഒരു വലിയ ബഡാ നദിയൊന്നുമില്ല, ചെറിയ നദിയാണ്. പക്ഷെ അത് ക്രോസ് ചെയ്തെങ്കിലേ കനാൻ നാട്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ, വാഗ്ദേശത്തേക്ക് കയറാൻ പറ്റുള്ളൂ. യോശുവ ജനവുമായിട്ട് വരുമ്പോൾ യോർദാൻ ക്രോസ് ചെയ്യാൻ എന്താ മാർഗം? ഇന്നത്തെ അവസ്ഥയല്ല അന്നത്തെ യോർദാൻ എന്ന് മനസ്സിലാക്കണേ. അപ്പോൾ അതിനകത്തൊരു വാക്യമുണ്ട്, ഇതാ സർവ്വഭൂമിക്ക് നാഥനായ ഒരു നിയമപ്പെട്ടകം ജനത്തിന് മുമ്പാകെ യോർദാനിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ വെള്ളത്തിന്മേൽ തൊട്ടപ്പോൾ തിരുവെടുത്ത് പറയാണ്, മേളീന്ന് ഇങ്ങോട്ട് ഒഴുകിയല്ല വന്ന് മേളിൽ താഴേക്കായി യോർദാൻ ഒഴുകി വരുന്നത്. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ ഉള്ളങ്കാൽ മേൽവെള്ളത്തിൽ തട്ടപ്പോൾ ഒന്ന് ടച്ച് ചെയ്തേ ഉള്ളൂ. മേളിൽ താഴേക്കുള്ള ഒഴുക്ക്, മേലൊഴുക്ക് നിന്നു. മറക്കരുത്, the power that can compel nature to behave what is contrary to itself. ഇതുവരെ പ്രകൃതി നിയമം അനുസരിച്ച് ചലിച്ചുകൊണ്ടിരുന്നതിനെ തിരിച്ച് ചലിപ്പിക്കാൻ ശേഷിയുള്ളവൻ, ശക്തിയുള്ളവൻ. മേളിന് താഴേക്ക് മാത്രമേ വെള്ളം ഒഴുകൂ. പക്ഷെ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ വെള്ളത്തിന്മേലൊന്ന് തീരത്തും തട്ടിയപ്പോൾ തന്നെ മേലൊഴുക്ക് നിന്നു. നിന്നെന്നു മാത്രമല്ല, ആ വെള്ളം നേരെ മേലോട്ട് തിരിച്ചൊഴുകി. എന്താ തെളിവ്? പുസ്തകം വായിച്ചു നോക്കണ്ട. യോർദാനെ, നീ പിൻവാങ്ങുന്നതെന്ത്? കണ്ടോ? യോർദാൻ പിറകോട്ട് പോയെന്ന് ഒരു കാരണവശാലും സംഭവിക്കൽ. ഒന്നാലും മേളിൽ താഴേക്ക് ഒഴുകുന്ന നദി, ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദി, അതാണ് പ്രകൃതി നിയമം. ആ നിയമത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നവന്റെ പേരാണ് എൽ ഷദ്ദായ്. ഈ കുത്തൊഴുക്കിൽ ഇനി ഒരു തിരിച്ചൊഴുക്കില്ല എന്ന് നീ ചിന്തിച്ചെങ്കിൽ ദൈവം ഈ സന്ധ്യയെങ്കിൽ നിന്നോട് ഉറപ്പ് പറയുന്നു, ഈ കുത്തൊഴുക്കിനകത്ത് പെട്ട ഒരു തിരിച്ചൊഴുക്കില്ല എന്ന് ചിന്തിച്ചതിനെ തിരികെ കൊണ്ടുവരാൻ കഴിയുന്നവന്റെ പേരാണ് എൽ ഷദ്ദായ്, സർവശക്തൻ. Praise the Lord. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാമിന് തലമുറ ഉണ്ടാണെങ്കിൽ 99 നിൽക്കുന്ന അബ്രഹാം കുറഞ്ഞത് 30ാമത്തെ വയസ്സിലേക്കെങ്കിലും വരണം. 20-25 വേണ്ട, ഒരു 30ാമത്തെ വയസ്സിലേക്കെങ്കിലും വരണ്ടേ? വരണം. സാറാമിച്ചി അതുപോലെ തന്നെ വരണം. 90 വരണം. 25-ലോ 28-ലോ 30-ലോ വന്നെങ്കിലേ ഒരു കുഞ്ഞ് ജനിക്കൂ.
അതൊരിക്കലും നടക്കുകയില്ല. കാരണം പ്രകൃതിയുടെ നിയമം അനുസരിച്ച് അബ്രഹാമിന് 99 സാറായിക്ക് 89, 90 ആകുന്നു. നീ ഒരിക്കലും അങ്ങോട്ട് മുന്നോട്ട് പോയ പ്രകൃതി നിയമം അനുസരിച്ചുള്ള ആ പോക്ക് ഒരിക്കലും മടങ്ങി വരികയില്ല. ശരിയല്ലേ? യെസ്. പക്ഷെ അങ്ങനെ നിൽക്കുന്ന അബ്രഹാമിന്റെയും സാറയുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വന്ന് പറയാ, ഞാൻ ഏൽ ഷദ്ദ ആയ്. അബ്രഹാമേ, ഞാൻ എന്നിൽ വ്യാപരിക്കുന്ന ശക്തി, the power that can compel nature to behave what is contrary to itself. പ്രകൃതിയിലെ സകല നിയമങ്ങളെ തിരുത്തി കൊണ്ടുവരുവാൻ കഴിയുന്നവനായി ഇറങ്ങി വന്ന് നിന്നോട് ഈ വർത്താനം പറയുന്നതെന്ന് എന്ന് പറഞ്ഞാൽ, നിന്റെ കാൽക്കുലേഷൻ അനുസരിച്ച് നിനക്ക് 99 30 ഒരു മടങ്ങിപ്പോക്കില്ലെന്ന് നീ ചിന്തിച്ചു. സാറായിക്ക് 89 90 ഇനി ഒരു മടങ്ങിപ്പോക്കില്ല ചിന്തിച്ചു. കാരണം പ്രകൃതിയുടെ നിയമം അത് അനുവദിക്കുന്നില്ല. ആ പ്രകൃതി നിയമത്തെ തിരിച്ചു കൊണ്ടുവന്ന് നിന്റെ 99നെ 30 കൊണ്ടുവരാൻ കഴിയുന്നവൻ അബ്രഹാമേ നിന്നോടിപ്പോ ഈ സംസാരിക്കുന്നെന്ന ദൈവം ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ, സ്തോത്രം. ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ സ്തോത്രം ഒന്നും പറയാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന പോലെ ആയിപ്പോയെങ്കിലോ. Praise God. 99 30 ഒരു മടങ്ങിപ്പോക്കില്ല, നടക്കില്ല. നമുക്കും അറിയാം. നമ്മളും പറഞ്ഞ പ്രായമൊക്കെ ഇത്ര കാര്യം, ഇനിയിപ്പോ എങ്ങനെയാന്ന് നമ്മളാണ് അങ്ങനെ പറയത്തുള്ളൂ. ആരുടെയും കുഴപ്പമില്ല. പക്ഷേ അബ്രഹാമിന്റെ 99നെ 30 കൊണ്ടുവരാൻ കഴിയുന്നവൻ എന്ന് പറഞ്ഞാൽ ആ പ്രകൃതിയുടെ നിയമത്തെ തിരുത്തി കൊണ്ടുവരുവാൻ, അതിനെ കമ്പൽ ചെയ്യാൻ ഓർഡറുടെ കപ്പാസിറ്റി ഉള്ളവന്റെ പേരാണ് ഏൽ ഷദ്ദായ്. സ്തോത്രം. ഞാൻ ഇതിനേക്കാൾ യമണ്ടം വായിട്ടലച്ചാലും കേട്ട് നിങ്ങളങ്ങ് നിറഞ്ഞു പോവുക നാളെ നേരം വെളുക്കും ഇതെല്ലാം കാറ്റ് പോയ ബലൂൺ പോലെ ആയിരിക്കും. ആ പുള്ളി ഇങ്ങനെ ഏൽ ഷദ് ആയെന്നൊക്കെ പറഞ്ഞെന്നുള്ളല്ലാതെ നമുക്കറിയാം നമ്മൾ അനുഭവിക്കുന്ന കട്ടത്തെയും പ്രയാസം. ഇല്ല, നാളെ രാവിലെ കണ്ടു. സ്തോത്രം. ഞാൻ നിങ്ങളെ തരം താഴ്ത്തിയതല്ല കേട്ടോ, പ്ലീസ് അങ്ങനെ ചിന്തിക്കരുതേ. ഞാൻ ഒന്നുകൂടെ നിങ്ങളെ നരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി പറയുക. ക്ലാസ് ആണെങ്കിലും നിങ്ങളൊരു പ്രവചന ശബ്ദമായിട്ട് ഏറ്റെടുത്തു. എന്നെ അറിയാൻ എല്ലാവർക്കും അറിയാം ഞാൻ പ്രവാചനൊന്നും അല്ലെന്ന്. പക്ഷെ ഞാനൊരു പ്രവചന ശബ്ദം പോലെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ വാക്യത്തിനകത്ത് ഉറക്കണം. നിങ്ങൾ ഏതായാലും എന്തെല്ലാം തിരക്കൊണ്ടാട്ടത്തെല്ലാം മാറ്റിവെച്ച് വചനം പഠിക്കാൻ വന്നിരുന്നല്ലേ? യെസ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, ഏൽ ഷദ്ദായ്. പ്രകൃതിയുടെ സകല നിയമത്തെയും വിശ്വസിക്കുന്ന ഒരു ദൈവനോട് തിരുത്താൻ ദൈവം തയ്യാറാണ്. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസ ശക്തിപ്പെട്ട അബ്രഹാം, എന്റെ പൊന്നോ, അബ്രഹാമിനെ കുറിച്ച് മാത്രം ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോ നടത്തിയെടുത്ത് പഠിച്ചു നോക്കണം. അപ്പൊ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 15ാമത്തെ നേരെ 17 ചാടിഞ്ഞ് പോരുമില്ലായിരുന്നു. കാരണം നമുക്ക് ഈ വിഷയം എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഒതുക്കണ്ടേ, അതിന് വേണ്ടിട്ടാ. സ്തോത്രം. സമയം തീരുകയെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ രാത്രിയിൽ ഈ പറഞ്ഞ നമ്മൾ പഠിച്ച ഈ പദത്തെ ഒരു പ്രവചന ശബ്ദം പോലെ ഏറ്റെടുത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ കരുതണം. എന്നിട്ട് നിങ്ങൾ പോകുന്ന സാഹചര്യത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറയണം, ഞാൻ സേവിക്കുന്ന ദൈവം ഏൽ ഷദ്ദായ്. ഏത് പ്രകൃതി നിയമത്തെ തിരുത്താൻ കഴിയുന്നവൻ, നിനക്ക് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടിയിട്ടോ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടിയിട്ടോ അതിനെ തിരുത്താൻ കഴിയുന്നവൻ പറയുന്നു, അബ്രഹാമേ, നിനക്ക് പ്രായം കൂടിയിട്ടുണ്ട്, നിന്റെ ശക്തി കുറഞ്ഞു കാണാം. ദിവസങ്ങളുടെ പഴക്കം കൊണ്ടും വർഷങ്ങളുടെ പെരുക്കം കൊണ്ടും എന്റെ ശക്തിക്കൊരു കുറവും വന്നിട്ടില്ല. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അത്രമാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. രാവിലെ വൈകുന്നേരം പറയണം, അവൻ സർവശക്തനായ ദൈവം ഏൽ ഷദ്ദായ്. പറഞ്ഞോന്നേ, കേൾക്കുന്നവർക്ക് കാര്യമൊന്നും പിടികിട്ടണ്ട. ഹൃദയത്തിൽ ഇത് പറഞ്ഞോ, ഏൽ ഷദ്ദായ്, സർവശക്തി ഉള്ളവൻ, എനിക്ക് വേണ്ടി
സൂര്യനെ പിടിച്ചു നിർത്തണമെങ്കിൽ നിർത്താൻ ശേഷിയുള്ളവൻ, എനിക്ക് വേണ്ടി ചന്ദ്രനെ പിടിച്ചു നിർത്തണമെങ്കിൽ അത് ചെയ്യാൻ ശേഷിയുള്ളവൻ, എനിക്ക് വേണ്ടി കുതിച്ച് ചീറിപ്പാഞ്ഞു യോർദാനെ തിരിച്ചൊഴുക്കണമെങ്കിൽ അത് ചെയ്യാൻ കഴിയുന്നവൻ, എനിക്ക് വേണ്ടി 99-30 ആയുസിനെ മടക്കി കൊണ്ടുവരണമെങ്കിൽ അതും ചെയ്യാൻ കഴിയുന്നവന് പറയുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എന്നിട്ടാ ചോദിച്ചാൽ ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്? അബ്രാമേ, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് കഴിയാത്തായിട്ട് വല്ലതും ഉണ്ടോ? അതാണ് ആ ചോദിച്ചത്. ഇതെല്ലാം കൂടെ മനസ്സിൽ വെച്ചോണ്ട് വേണം ആ വാക്യത്തിനകത്തോട് ചെല്ലുമ്പോൾ അതിന്റെ എന്താ പറയുക, അതിന്റെ ഗ്രേറ്റ്നെസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. സ്തോത്രം. സമയം പോയതുകൊണ്ട് എനിക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാൽ ഒന്നും പറയാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മറക്കരുതേ, അബ്രഹാമിന്റെ ദൈവം ചോദിക്കുക, അബ്രഹാമേ, ഹിറാനി, ഞാനിതാ, ഞാൻ ആരാണെന്നറിയാമോ? അരുളി ചെയ്താലും. അപ്പോൾ അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, അത്രേ പറഞ്ഞു. നമുക്കാണ് നിന്ന് കുറെ പറഞ്ഞെങ്കിലേ ഒരു തൃപ്തി വരൂ, അല്ലേ? കുറച്ചൊക്കെ ഇങ്ങനെ വാരി കൂട്ടി എനിക്ക് എന്താ പറയാ, ഈ തുപ്പും തൊങ്ങലും ഒക്കെ വെച്ച് പറഞ്ഞെങ്കിലും നമുക്ക് കേൾക്കാൻ സുഖമുണ്ട്. അങ്ങനൊന്നും ദൈവം പറഞ്ഞില്ല. ആ ദൈവം ആ പറഞ്ഞെങ്കിൽ എത്രയും പറഞ്ഞാൽ മതി. ഒത്തിരി വലിച്ചു വാരി പറയുമ്പോൾ ഓർത്തോണം ഇത് അവിടുന്നുള്ള വരവല്ലെന്ന്. തമ്പുരാൻ പറഞ്ഞപ്പം 2 വാക്കേ പറഞ്ഞുള്ളൂ, അനി ഏൽ ഷദ് ആയ്, തീർന്നു. അത്രയും പറഞ്ഞാൽ മതി. ഇവിടെ ഈ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ വേർതിരിയുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്തെല്ലാം കാര്യം പറഞ്ഞിട്ടാണെന്നറിയോ, എന്നാലും മാറ്റിലേക്ക് വരത്തുമില്ല. കഴിഞ്ഞകാല ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടതായ സ്ഥാനത്ത്, നമുക്ക് ഈ സ്ഥാനം ഒരു വലിയ വിഷയം. നീ ഒറ്റപ്പെട്ടു പോയ സ്ഥാനത്ത്, ആരുമില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത്, എനിക്കത് അതുകൊണ്ടായിരിക്കും നമ്മളുടെ ഈ സ്ഥാനത്തോട് വലിയ പ്രിയം. ഈ സ്ഥാനം വിട്ടുകൊടുക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം. പോട്ടെ, ഞാനിപ്പോ അതിന്റെ പുറകെ പോകുന്നില്ല. കേട്ട ദൂതിന്റെ ഗൗരവം കൂടെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അളിഞ്ഞതിന്റെ പുറകെ പോകുന്നില്ല. ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കുക. യെസ്, ഒരു പക്ഷെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മ വളരെ കൃത്യമായി പറയുന്നു, വളരെ കൃത്യമായി പറയുന്നു, കൃത്യമായി പറയുന്നു. ഉന്നം പഴക്കാത്ത അസ്ത്രം പോലെ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി പരിശുദ്ധാത്മാവ് കൃത്യമായി പറയുന്നു. യെസ്, യേൽ ഷദ് ആയി. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം അതിനെ തിരിച്ചു കൊണ്ടുവരും. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന് വേണ്ടി ഏത് പ്രകൃതി നിയമത്തെയും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. അവന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. യെസ്, അബ്രഹാമേ, യഹോവയിൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ട്. നമുക്ക് താങ്ങാൻ പറ്റാത്തതായി, വഹിക്കാൻ പറ്റാത്തതായി നമുക്ക് തോന്നുന്ന കാര്യത്തിൽ നോക്കിക്കൊണ്ട് ദൈവം പറയുന്നു, യഹോവയിൽ കഴിയാത്ത വല്ല കാര്യമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതേ ഉള്ളൂ. 18-ാം അധ്യായത്തിലാണ് എനിക്കറിയാം. എങ്കിൽ നിങ്ങളെന്ന് ഉറപ്പിക്കാൻ, ഞാൻ ഈ വചനത്തുള്ള ബന്ധത്തിൽ നിങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് തിങ്കളാഴ്ച വൈകുന്നേരം ഒരുമിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം. നിങ്ങൾ 17-18 അധ്യായം നന്നായിട്ട് ശ്രദ്ധയോടെ അറിയാവുന്ന ഭാഗമാണ്. ഒന്ന് വായിച്ചുകൊണ്ട് പോരുക. നമുക്കത് അനുഗ്രഹമായി തരട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.